കേരളത്തിൽ മുസ്ലിം ലീഗ് ഞങ്ങൾ ഒറ്റ ചോദ്യമാണ് പൊതുസമൂഹത്തോട് ചോദിക്കുന്നത്. കേരളത്തിൽ മുസ്ലിം ലീഗ് ദുർബലമായാൽ ആരാണ് ശക്തി പ്രാപിക്കുന്നത്? മുസ്ലിം ലീഗ് തീവ്ര പക്ഷ നിലപാടുള്ള ആളുകളോടാണ് ലീഗ് ഫൈറ്റ് ചെയ്യുന്നത്. ഈ മുസ്ലിം ലീഗ് നിലനിൽക്കുമ്പോഴാണ് ഈ തീവ്രവാദി പ്രസ്ഥാനങ്ങളുടെ വളരുന്നത്. മുമ്പില്ല. അതിനെന്താ കാരണം കണ്ടെത്തണം. മുമ്പില്ലല്ലോ തീവ്രവാദി പ്രസ്ഥാനങ്ങളില്ലല്ലോ. ഇപ്പൊ നമ്മള് സിമി ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു തരത്തിൽ വന്നത് അതുപോലെ വരികയാണ്. ഇപ്പൊ ഈ സോളിഡാരിറ്റി സിമി പോലെ വരികയാണ്. NDF ഇതൊക്കെ തീവ്രവാദമാണ്. ഒരു സംശയിക്കാൻ കാര്യത്തിലില്ല. എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായാംഗങ്ങൾ വളരെ വിശാല വീക്ഷണമുള്ള കോൺഗ്രസ് പോലൊരു പാർട്ടി അണിചേരാത്തത്? അവർ കൂടുതൽ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. The Pahalgam terror attack shocked the nation, leaving behind fear, bloodshed and unanswered questions. Now the National Investigation Agency has filed its charge sheet. The truth is unraveled. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നിങ്ങൾ ഇത്രയും നേരം കണ്ടുവല്ലോ. ഇതിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ അവർ ഈ വെടിവെക്കുന്നതിന് മുമ്പ്, ഈ അവിടുത്തെ ടൂറിസ്റ്റുകൾ വെടിവെക്കുന്നതിന് മുമ്പ് അവർ അവരുടെ മതം ചോദിക്കുകയും അവരുടെ വസ്ത്രങ്ങൾ അഴിപ്പിച്ച് അതിനുശേഷം അത് വെടിവെക്കുകയുമാണ് ഉണ്ടായത്. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നോക്കുമ്പോൾ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും അവർ ഒരുപോലെയല്ലേ കാണുന്നത്? അപ്പോൾ അതല്ലേ ഈ രണ്ട് മതക്കാരുടെയും ഐഡന്റിറ്റി.